ഉണ്ടായിരുന്നു ബ്രോ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തില്? അടിയാണോ എന്താണ്? ഡ്രാമ എല്ലാം കിട്ടുക. വേറെ ലെവല്. നമ്മളെ കാത്തിരുന്ന മോഹൻലാൽ തിരിച്ചു മലയാളത്തിന്റെ മോഹൻലാൽ സൂപ്പർ സിനിമ. ഒരു രക്ഷയില്ല. ഒരു ക്ലീൻ ഹിറ്റ് സിനിമയാണ്. ഫുൾ പാക്കേജ് സിനിമ. എല്ലാം ഉണ്ട് ഈ സിനിമ. മോഹൻലാലിന്റെ ഒരു ഫുൾ പോസിറ്റീവ് പണം വന്നുള്ള ബോക്സ് ഓഫീസ് കണ്ടറിഞ്ഞോ? എങ്ങനെയുണ്ട് സിനിമ? എന്താണ് ഇഷ്ടപ്പെട്ടെന്താണ്? അടിയാണോ എന്താണ്? അടിയുണ്ടായിരുന്നു, ത്രില്ലർ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണ് ഇഷ്ടപ്പെട്ടെന്താണ്? പറയാൻ പറ്റില്ല. ഗൂസ്ബംസ് ആണോ ഫുള്ള്? എങ്ങനെയുണ്ട് മോഹൻലാൽ? നമ്മളൊരു കാത്തിരുന്ന മോഹൻലാലിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടിരിക്കണം. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? സിമ്പിളി ഇപ്പോഴും ഗുംസൊന്നും പോകുന്നില്ല. പ്ലീസ് സെക്കൻഡ് ഹാഫ് ഒക്കെ എല്ലാ നിമിഷവും നമുക്ക് എണീറ്റൊന്ന് കൈയടിക്കാൻ തോന്നും. ഒന്നുമില്ല. മോഹൻലാൽ ഇസ് ബാക്ക്. എങ്ങനെയുണ്ട് പടം? അന്യായം. വിഷു ബമ്പർ കോടിക്കണക്കില്ലാത്ത ലെവലിലേക്ക് അൺപ്രഡിക്റ്റബിൾ. ക്ലാസ് ഉണ്ട്, മാസുണ്ട്, ത്രില്ലുണ്ട്, എവറിഥിങ്. ഫാമിലി, പക്ക ഫാമിലി. ലാലേട്ടന് ഏതെല്ലാം റോള് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതിന്റെ അൺബിലീവബിൾ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ആ ടീച്ചറോ ട്രെയിലറോ ഉണ്ടെന്നും ആരും ഒന്നും വിലയിരുത്തല്ലേ പ്ലീസ്. കാരണം ഇനി ഇത് ഏത് ലെവലിലേക്ക് എവിടെ ചെന്ന് അവസാനിക്കുന്നു? ഇതൊരു തുടർ ദൃശ്യാനുഭവം എന്ന് തന്നെയാണ് തോന്നുന്നത്. ദൃശ്യത്തിന്റെ മറ്റൊരു പാട്ട്, ദൃശ്യത്തിന്റെ ബാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം അൺബിലീവബിൾ. കാരണം ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്, എസ്പെഷ്യലി ആ ഡയറക്ഷന് ബിഗ് സല്യൂട്ട്. കാരണം എന്താ പറയുക, നല്ല രീതിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല ബീജിയം. ഇതിനകത്തൊന്നും നമുക്കൊന്നുമേ ഒരു സെക്കൻഡ് പോലും കണ്ണെടുത്ത് മാറ്റാൻ പറ്റാത്ത അത്ര നിലയിലേക്ക് തിയേറ്ററിന് ഒഴുകും. യാതൊരു സംശയവും ഇല്ല. തുടർ ദൃശ്യാനുഭവം. നമ്മളെ കാത്തിരുന്ന ഒരു മോഹൻലാൽ നമുക്ക് കിട്ടിയതാണ്. കാത്തിരുന്ന മോഹൻലാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം മോഹൻലാൽ എന്ന നടന്റെ നമ്മൾ ദൃശ്യാനുഭവം വിസ്മയമൊക്കെ മലയാളം വേണ്ടി നല്ല സുപരിചിതമാണ്. കാരണം ഇത്തരത്തിലൊരു റോള് ആ കിട്ടുന്ന റോളിനെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് എല്ലാവരുടെ മനസ്സിൽ ഒരേ ഉറപ്പായിട്ട് വെച്ചു. ഇനിയിപ്പോ രണ്ടാമതൊന്നുകൂടെ കാണണമെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ വഴിയുണ്ടോ? രണ്ടാമതൊന്നുകൂടെ കാണുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇനി എത്രത്തോളം തിയേറ്ററുകാര് എല്ലാം എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഓവറോൾ ഈ ലാസ്റ്റ് പീക്ക് ടൈം ആണല്ലോ. പീക്ക് ഫിലിം നമ്മളെ വെക്കേഷൻ ടൈമിലെ പീക്ക് ടൈം. എല്ലാ ഫാമിലീസ് മറ്റെല്ലാ സിനിമകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് ഏത് ലെവലിലേക്ക് മലയാളത്തില് വളരെ ഹൈപ്പ് കുറഞ്ഞിറങ്ങിയ സിനിമ ഒരു ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച മോഹൻലാല്. ഇടിലെന്ന് പറഞ്ഞാൽ തരൺമൂർത്തിക്ക് ഒരു 100 കോടി നമസ്കാരം. ഞങ്ങളുടെ ലാലേട്ടനെ തിരിച്ചു തന്നതിന് ഒരു പ്രേക്ഷകൻ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ ആഗ്രഹിക്കുന്നു. സെന്റിമെന്റ്സ്, കോമഡിക്ക് ത്രില്ല്, ആടിക്കാടി, ഇടിക്ക് വൈബ്. ഇതാണ് ലാൽ വൈബ്. ഇതാണ് തരൺമൂർത്തിക്ക് വീണ്ടും ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. നമ്മൾ കാത്തിരുന്ന ഒരു മോഹൻലാൽ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു മോഹൻലാൽ എവിടെയും പോയിട്ടില്ല. മോഹൻലാലിനെ പല ആൾക്കാരും ഏതൊക്കെ റൂട്ടിലേക്ക് തിരിച്ചു വിട്ടാണ്. പക്ഷെ ഇനി ഇതും മോഹൻലാൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കേരളക്കാർ ആഗ്രഹിച്ച മോഹൻലാലിനെ തരുൺമൂർത്തിക്കും ഇതിന് പ്രൊഡ്യൂസർ രഞ്ജിത്ത് എല്ലാവർക്കും വളരെ വളരെ ബിഗ് സല്യൂട്ട്. കാരണം ലാൽ വൈബ് അതാണ് സിനിമ. പാഠകാലത്ത് കണ്ടതല്ലേ ലാലേട്ടന്റെ ഏറ്റവും എന്താ പറയാ, നമ്മൾ കാത്തിരുന്ന ഒരു ലാലേട്ടൻ ധൈര്യമായിട്ട് കാണും. ലാലേട്ടന്റെ അഭിനയം പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കത് കാണാം. തിയേറ്ററിൽ സിനിമ അറിയാം.